ജോർജി, നമ്മളിപ്പോൾ നിൽക്കുന്നത് മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക ഓഫീസായ നോർത്ത് ബ്ലോക്കിന് മുന്നിലാണ്. അല്പസമയം മുമ്പാണ് മന്ത്രിസഭാ യോഗം ചേർന്നത്. അതിനുശേഷം മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനവും പൂർത്തിയായിട്ടുണ്ട്. മുഖ്യമന്ത്രി പറഞ്ഞു വെച്ച ഒരു കാര്യം എന്ന് പറയുന്നത് വാക്കാണ് ഏറ്റവും പ്രധാനം. UDF നൽകിയ ഒരു വാക്കും മാറ്റില്ല. അതിൻ്റെ ഒരു തുടക്കം എന്ന നിലയിലാണ് 5 ഇന്ദിരാ ഗ്യാരണ്ടികൾ പ്രഖ്യാപിച്ചിരുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് UDF പ്രധാനമായും 5 ഇന്ദിരാ ഗ്യാരണ്ടിയാണ് മുന്നോട്ട് വെച്ചത്. അതിലേറ്റവും പ്രധാനം സ്ത്രീകൾക്ക് KSRTCയിൽ സൗജന്യ യാത്ര അനുവദിക്കുമെന്നാണ്. ജൂൺ 15 മുതൽ സ്ത്രീകൾക്ക് KSRTCയിൽ സൗജന്യ യാത്ര അനുവദിക്കാൻ ആദ്യ മന്ത്രിസഭാ യോഗം തീരുമാനിച്ചിരിക്കുന്നു. അങ്ങനെ ഒരു ജനകീയമായ ഒരു സർക്കാരായിരിക്കും എൻ്റെ സർക്കാരിൻ്റെ പ്രഖ്യാപനങ്ങളായിരിക്കും ഇനി ഓരോ മന്ത്രിസഭാ യോഗവും എന്ന് മുഖ്യമന്ത്രി പറഞ്ഞു വയ്ക്കുന്നു. പക്ഷേ എങ്ങനെയൊക്കെയല്ല ആയിരിക്കും നടപടിക്രമങ്ങൾ, ഏതെല്ലാം ബസ് KSRTCയുടെ ലോക്കൽ ബസ്സിലാണോ, KSRTCയുടെ ഫാസ്റ്റ് പാസിലാണോ, സൂപ്പർ ഫാസ്റ്റിൽ, അങ്ങനെ ഓരോരോ ബസ്സുകളുണ്ട്. അതിനകത്ത് എല്ലാത്തിലും അനുവദിക്കുമോ എന്ന കാര്യം ചോദിച്ചപ്പോൾ നിങ്ങൾ കാത്തിരിക്കൂ എന്ന ഒരു മറുപടിയാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത്. എന്താണെങ്കിലും ജനപ്രിയമായ തീരുമാനങ്ങൾക്ക് തുടക്കമായിരിക്കുന്നു. അതിൻ്റെ ഒരു ആദ്യ പടിയാണ് ഇത്തരത്തിലുള്ള ഒരു പ്രഖ്യാപനം. സ്ത്രീകൾക്ക് KSRTCയിൽ സൗജന്യ യാത്ര അത് ജൂൺ 15 മുതൽ ആരംഭിക്കും എന്ന് അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തു. ആദ്യ തീരുമാനം അതായിരുന്നു പ്രഖ്യാപിച്ചത്. രണ്ടാമത്തെ ഒരു തീരുമാനം എന്ന് പറയുന്നത് വയോജനങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രത്യേക വകുപ്പ് രൂപീകരിക്കും. അത് ജർമ്മനിയിൽ മാത്രമാണ് ഉള്ളത്. ഇത്തരത്തിലുള്ള ഒരു തീരുമാനം എന്ന് പറയുന്നത് ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ഇത്തരത്തിലുള്ള വയോജന വകുപ്പ് രൂപീകരിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. അതുതന്നെ ഒരു പരിഷ്കൃത സമൂഹത്തിൻ്റെ ഏറ്റവും വലിയ ഉചിതമായ ഏറ്റവും നല്ലൊരു നടപടിയായിട്ടാണ് മുഖ്യമന്ത്രി പറഞ്ഞു വയ്ക്കുന്നത്. തന്നെയുമല്ല, നമുക്ക് വയോജനങ്ങളെ സംരക്ഷിക്കേണ്ട ഒരു ഉത്തരവാദിത്വവും ബാധ്യതയുമുണ്ട്. കേരളത്തിലാകട്ടെ ചെറുപ്പക്കാരായ ആളുകൾ വിദേശത്തേക്ക് ഒരുപാട് ചേക്കേറുന്നു. ഈ ഒരു സാഹചര്യത്തിൽ കൂടുതലായി വയോജനങ്ങൾ അല്ലെങ്കിൽ പ്രായം ചെന്ന ആളുകൾ വീടുകളിൽ ഒറ്റപ്പെട്ട് ജീവിക്കുന്ന ഒരു സ്ഥിതിയുണ്ട്. അവരെ ഒരു കാരണവശാലും ഒഴിവാക്കാൻ കഴിയില്ല എന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കി. ഇപ്പോൾ ക്യാബിനറ്റ് യോഗം കഴിഞ്ഞതിന് ശേഷം മന്ത്രി KA തുളസി പുറത്തേക്ക് ഇറങ്ങി പോകുന്ന ഒരു ദൃശ്യമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അങ്ങനെ ഓരോ മന്ത്രിമാർ പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. ക്യാബിനറ്റ് യോഗത്തിന് ശേഷം MLA-മാരൊക്കെ അടക്കമുള്ളവർ വന്നിരുന്നു. അങ്ങനെ പിന്നീട് ഒരു പ്രഖ്യാപനം എന്ന് പറയുന്നത് ആശാ വർക്കർമാരുമായി ബന്ധപ്പെട്ട കാര്യമാണ്. ആശാ വർക്കർമാരുടെ ഓണറേറിയം മാസം 3000 രൂപ വർദ്ധിപ്പിക്കാൻ ഇന്ന് ക്യാബിനറ്റ് യോഗം തീരുമാനിച്ചതായി മുഖ്യമന്ത്രി അറിയിച്ചു. കാരണം ഈ ആശാ വർക്കർമാരുടെ സമരപ്പന്തലിൽ ചെന്ന് അവർക്ക് വാക്ക് നൽകിയിരുന്നു, അവർക്ക് ഉറപ്പ് നൽകിയിരുന്നു, UDF സർക്കാർ അധികാരത്തിൽ വരികയാണെങ്കിൽ ആദ്യ മന്ത്രിസഭാ യോഗത്തിൽ തന്നെ ആശാ വർക്കർമാരുടെ ആവശ്യങ്ങൾ പരിഗണിക്കുമെന്ന്. അതിൻ്റെ ഒരു സൂചന അല്ലെങ്കിൽ ഉറപ്പ് എന്ന നിലയിലാണ് ആശാ വർക്കർമാർക്ക് ഇപ്പോൾ മാസം 3000 രൂപ വെച്ച് ഓണറേറിയം വർദ്ധിപ്പിച്ച് നൽകാൻ തീരുമാനിച്ചിരിക്കുന്നത്. അവരുടെ റിട്ടയർമെൻറ്റ് ആനുകൂല്യങ്ങൾ വർദ്ധിപ്പിക്കുന്ന കാര്യം ഉടൻ തന്നെ തീരുമാനിക്കും. അത് ഒട്ടും വൈകാതെ തന്നെ അതിനകത്തൊരു തീരുമാനം ഉണ്ടാകും എന്ന് മുഖ്യമന്ത്രി ഇപ്പോൾ സൂചിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ അതോടൊപ്പം തന്നെ ഈ സ്കൂളുകളിലെ പാചക തൊഴിലാളികൾ അവർക്ക് മാസം അവർ വളരെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവരാണ്. അവരുടെ വരുമാനം എന്ന് പറയുന്നത് വളരെ കുറവാണ്. അപ്പോൾ അവരെ സംരക്ഷിക്കേണ്ട ഒരു ബാധ്യതയുണ്ട്. അതുകൊണ്ട് അവർക്ക് പ്രതിമാസം 1000 രൂപ വീതം വർദ്ധിപ്പിച്ച് നൽകാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ പ്രീ സ്കൂളുകളിലെ ആയമാർക്ക് ടീച്ചർമാർക്കൊക്കെ പ്രതിമാസം 1000 രൂപ വർദ്ധിപ്പിക്കാൻ തീരുമാനിച്ചതായും മുഖ്യമന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കേരളത്തിൻ്റെ പുതിയ അഡ്വക്കേറ്റ് ജനറലായി K. ഗോപാലകൃഷ്ണ രാജിവെച്ച ഒഴിവിലേക്ക് JG ബാബുവിനെ അഡ്വക്കേറ്റ് ജനറലാക്കാൻ തീരുമാനിച്ചു. അതോടൊപ്പം തന്നെ T. ആസിഫ് അലിയെ പ്രോസിക്യൂഷൻ ഡയറക്ടർ ജനറലായി നിയമിക്കാൻ തീരുമാനിച്ചു. 2011 ഉമ്മൻചാണ്ടി സർക്കാർ അധികാരത്തിലിരുന്നപ്പോൾ T. ആസിഫ് അലി ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷനായി സേവനം ചെയ്തിരുന്നു. അദ്ദേഹത്തെ വീണ്ടും ഈ സർക്കാരും നിയമിക്കാൻ തീരുമാനിച്ചതായി മുഖ്യമന്ത്രി അറിയിച്ചു. അതോടൊപ്പം 2023 നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ മന്ത്രിസഭാ അംഗങ്ങളും മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയനും നടത്തിയ ആ നവകേരള സദസ്സിൻ്റെ യാത്രയ്ക്കിടെ ആലപ്പുഴയിൽ വെച്ച് 2 KSU പ്രവർത്തകരെ, ഇപ്പോൾ നിലവിൽ ആലപ്പുഴ MLA ആയിട്ടുള്ള AD തോമസ് ഉൾപ്പെടെയുള്ളവരെ അന്ന് മർദ്ദിച്ചിരുന്നു. അതിക്രൂരമായി ഗൺമാന്മാർ മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയൻ്റെ 2 ഗൺമാന്മാർ അതിക്രൂരമായി മർദ്ദിച്ചു. അതിൽ പുനരന്വേഷണം നടത്താൻ ആലപ്പുഴ ജില്ലാ കോടതി അനുമതി നൽകിയിരുന്നു. പക്ഷേ 1.5 വർഷമായിട്ടും പിണറായി വിജയൻ സർക്കാർ ആ കാര്യത്തിലൊരു തീരുമാനമെടുത്തില്ല. പക്ഷേ
ഇന്ന് ക്യാബിനറ്റ് യോഗത്തിൽ ആദ്യ ക്യാബിനറ്റ് യോഗത്തിൽ തന്നെ ഇക്കാര്യത്തിലൊരു തീരുമാനമായിരിക്കുന്നു. ഈ പുനരന്വേഷണം നടത്താനാണ് തീരുമാനമായതായി മുഖ്യമന്ത്രി വ്യക്തമാക്കി. അതിനായി ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിക്കുകയും ചെയ്തു. ആ അന്വേഷണ സംഘത്തിൽ ആരാണ് അന്വേഷണം നടത്തുക, അതിന് ആര് നേതൃത്വം നൽകും എന്ന കാര്യമൊക്കെ ആഭ്യന്തര വകുപ്പ് തീരുമാനിക്കും എന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ 2 ദിവസത്തെ പ്രത്യേക നിയമസഭാ സമ്മേളനം വിളിച്ചു ചേർക്കാൻ ആദ്യ ക്യാബിനറ്റ് യോഗം തീരുമാനിച്ചു. മെയ് 21-ാം തീയതി MLA-മാരുടെ സത്യപ്രതിജ്ഞ ചടങ്ങ് അടക്കം. അതിനായി പ്രോട്ടേം സ്പീക്കറായി അമ്പലപ്പുഴ MLA ആയിട്ടുള്ള ഏറ്റവും മുതിർന്ന അംഗം, ഇപ്പോൾ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച് വന്നിട്ടുള്ള ഏറ്റവും മുതിർന്ന അംഗം G. സുധാകരനെ പ്രോട്ടേം സ്പീക്കറായി തെരഞ്ഞെടുക്കുകയും ചെയ്തു. മെയ് 22-നാകും സ്പീക്കറുടെ തെരഞ്ഞെടുപ്പ് നടക്കുക. UDF-ൻ്റെ സ്പീക്കർ സ്ഥാനാർത്ഥിയായി തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ തീരുമാനിച്ചിട്ടുണ്ട് UDF. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ UDF-ന് വേണ്ടി സ്പീക്കർ സ്ഥാനത്തേക്ക് മത്സരിക്കും. പക്ഷേ എന്നാൽ LDF സ്പീക്കർ സ്ഥാനത്തേക്ക് സ്ഥാനാർത്ഥിയെ നിർത്തുമോ എന്ന കാര്യം തീരുമാനമായിട്ടില്ല. LDF സ്ഥാനാർത്ഥിയെ മത്സരിപ്പിച്ചാൽ മാത്രമായിരിക്കും ഒരു മത്സരം ഉണ്ടാകുക. അതല്ല എങ്കിൽ ഈ മെയ് 22-ന് തന്നെ സ്പീക്കറായി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ചുമതലയേക്കും. നമുക്കറിയാം വ്യക്തമായ 102 MLA-മാരുടെ ഭൂരിപക്ഷമുണ്ട് UDF-ന്. അപ്പോൾ സ്വാഭാവികമായും തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സ്പീക്കറായി തെരഞ്ഞെടുക്കപ്പെടും. LDF സ്ഥാനാർത്ഥിയെ നിർത്തിയില്ല എങ്കിൽ ഏകാണ്ടമായിട്ടായിരിക്കും ഒരു തെരഞ്ഞെടുപ്പ് സ്പീക്കറെ തിരഞ്ഞെടുക്കുക. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ കൂടുതൽ ഊർജിതമാക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതിൻ്റെ നടപടിക്രമങ്ങൾ വരുന്ന മന്ത്രിസഭാ യോഗം ചർച്ച ചെയ്യുന്നതാണ് എന്ന് മുഖ്യമന്ത്രി അറിയിച്ചു. തന്നെയുമല്ല, ഇനിയും ഒരുപാട് പ്രഖ്യാപനങ്ങൾ വരും. ആദ്യ മന്ത്രിസഭാ യോഗത്തിൽ തന്നെ എല്ലാ പ്രഖ്യാപനങ്ങളും നടത്തുന്നത് ഉചിതമല്ലല്ലോ. ഇനിയും ഒരുപാട് വാർത്താ സമ്മേളനങ്ങൾ നടത്തി ഒരുപാട് കാര്യങ്ങൾ പറയാനുള്ളതായിട്ടുണ്ട്. അപ്പോൾ വരും ദിവസങ്ങൾ കൂടുതൽ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകും എന്ന് മുഖ്യമന്ത്രി പറഞ്ഞു വയ്ക്കുന്നു. ഏതായാലും UDF നൽകിയ ഇന്ദിരാ ഗ്യാരണ്ടിയിൽ 2 തീരുമാനങ്ങൾ നടപ്പാക്കിയിരിക്കുന്നു. ഇനിയും കൂടുതൽ കാര്യങ്ങൾ നടപ്പാക്കേണ്ടതുണ്ട്. പക്ഷേ സാമ്പത്തിക പ്രയാസം സർക്കാരിനെ അലട്ടുന്നുണ്ട് എന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കി. അതോടൊപ്പം തന്നെ ഈ കഴിഞ്ഞ സംസ്ഥാന സർക്കാർ നിലവിലെ ഒരു സാമ്പത്തിക സ്ഥിതി വ്യക്തമാക്കുന്നതിനായി ഒരു ധവളപത്രം പുറത്തിറക്കാൻ തീരുമാനിച്ചതായും ഒരു വൈറ്റ് പേപ്പർ പുറത്തിറക്കാൻ തീരുമാനിച്ചതായും മുഖ്യമന്ത്രി അറിയിച്ചിട്ടുണ്ട്. വൈകാതെ തന്നെ അതിൻ്റെ നടപടിക്രമങ്ങൾ ആരംഭിക്കും. നിലവിലെ ഒരു സാമ്പത്തിക സ്ഥിതി അതിനകത്ത് വ്യക്തമാക്കുകയും ചെയ്യും എന്ന് മുഖ്യമന്ത്രി അറിയിച്ചു. അങ്ങനെ വളരെ ആവേശകരമായ പ്രഖ്യാപനങ്ങളാണ് ഇന്നത്തെ ആദ്യ മന്ത്രിസഭാ യോഗത്തിൽ ഉണ്ടായത്. അങ്ങനെ വളരെ ഊഷ്മളമായ ഒരു നടപടിക്രമങ്ങൾ മന്ത്രിസഭാ യോഗത്തിൽ നടന്നു എന്നാണ് മുഖ്യമന്ത്രി അറിയിച്ചിരിക്കുന്നത്. തന്നെയുമല്ല, UDF-നെ സംബന്ധിച്ചിടത്തോളം 10 വർഷത്തിന് ശേഷം ലഭിച്ച ഒരു ഭരണം. അപ്പോൾ സ്വാഭാവികമായും കൂടുതൽ ജനകീയ പ്രഖ്യാപനങ്ങൾ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകും തന്നെ എന്ന് മുഖ്യമന്ത്രി പറഞ്ഞു വെച്ചിരിക്കുന്നു. ഈ ജനപ്രിയ നടപടികളിൽ നിന്ന് ഈ സർക്കാർ ഒരിക്കലും പിന്നോട്ട് പോകില്ല. സാമ്പത്തിക പ്രതിസന്ധി ഉണ്ട് എങ്കിലും ജനപ്രിയ നടപടികളുമായി അല്ലെങ്കിൽ ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് മുൻതൂക്കം നൽകിക്കൊണ്ട് ഈ സർക്കാർ മുന്നോട്ട് പോകും എന്ന് മുഖ്യമന്ത്രി ഇന്ന് ഈ അല്പസമയം മുമ്പ് കഴിഞ്ഞ മന്ത്രിസഭാ യോഗത്തിന് ശേഷം വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നു.